ചാനൽ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കുറെ നാളായി നമ്മൾ കുക്കിംഗ് റെസിപ്പി ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണ് ചെയ്തത്? നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ആദ്യയുടെ കൂടെ ആയിരുന്നു കുക്കിംഗ് വീഡിയോ. പിന്നെ ആദ്യമില്ല, പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ. കുറെ നാളായി നമ്മൾ പുറത്ത് കറങ്ങി നടന്നിട്ട് സ്ട്രീറ്റ് ഫുഡും അതും ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നമ്മുടെ നാടൻ കേരള ഫിഷ് കറിയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഫിഷ് കറിക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ച കറിയാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് പുളിയുണ്ട്, അതേപോലെ മല്ലിപ്പൊടിയുണ്ട്. ഇത്ര ആവശ്യമില്ല, അതൊന്നും പറയാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ തക്കാളി, നമ്മുടെ മുരിങ്ങക്ക, ചില്ലി പൗഡർ, നമ്മുടെ മുളക് പൊടി, സോൾട്ട്, ഉപ്പ്, അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില, നമ്മുടെ ചെറിയ ഉള്ളി, അതേപോലെ തന്നെ തേങ്ങ ആവശ്യമുണ്ട്. അതിന് നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മീൻ ആവശ്യമുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കൊഴിയാള മീനാണ്. അത് ഇവിടെ തമിഴ്നാട്ടിലും കൊഴിയാള എന്ന് തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കൊഴിയാളം നമ്മൾ സൈഡിൽ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സ്കിന്നും ഒക്കെ ഇളക്കാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴിയാള മീൻ. സ്കിന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള മീനാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഫിഷ് കറിയിൽ ഇടുക. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വരവുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വരുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഒരുപാട് നമ്മൾ മീനിട്ട് ഉടയ്ക്കാൻ പാടില്ല. ഉടച്ചു കഴിഞ്ഞാൽ അത് കലങ്ങിപ്പോവും. പിന്നെ നമുക്കത് രസം കാണത്തില്ല കഴിക്കാനായിട്ട്, കഷ്ണമൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളി പിഴിഞ്ഞ് വെക്കുക. ഇത് നമ്മൾ ചാറുള്ള കറിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് വെക്കണം. പുളിയുള്ള ചാറാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടെ ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ പുളിയിൽ ഇഷ്ടംപോലെ കുരു, അതുപോലെ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ കാണും. അത് നിങ്ങൾ ഇത് ചെയ്ത് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്രയും സാധനം. നമ്മൾ നേരത്തെ കാണിച്ചത് ഇത്രയും സാധനങ്ങൾ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. തേങ്ങ എടുക്കുക. തേങ്ങ 1 കപ്പ് ഉണ്ടാവും. തേങ്ങ 1 കപ്പ്. അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ. കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടി ഇല്ല, കുറച്ചേ ഉള്ളൂ. അതേപോലെ തന്നെ വളരെ കുറച്ച് കറിവേപ്പില നമ്മൾ മറ്റതിലിടും. ഇത് ജസ്റ്റ് അരയ്ക്കാൻ, ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4-5 ലീവ്സ് മതിയാവും. അതേപോലെ തന്നെ നമ്മുടെ ചില്ലി പൗഡർ ഉണ്ട്. ചില്ലി പൗഡർ നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, പല മുളക് പൊടിക്ക് പല എരിവാണ്, അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അതേപോലെ മല്ലിപ്പൊടിയുണ്ട്. മല്ലിപ്പൊടി വളരെ കുറച്ച് ആവശ്യമുള്ളൂ. ഇത്രയും സാധനങ്ങൾ നമുക്ക് പോയി അരച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ അതും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഒരു 1-2 ഒക്കെ മതി. 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ മതി. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്ക, പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പില. കുറച്ചല്ല, ഞാൻ എല്ലാം ഇപ്പോഴേ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു നല്ല പരുവാകുമ്പോഴേക്കും നമുക്ക് ബാക്കി അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ അരപ്പ് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ട് തിളച്ചില്ല. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് പീസസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തവിയിട്ട് ഇളക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കുക, അടച്ചങ്ങോട്ട് വെക്കുക. അപ്പം നമ്മുടെ ഫിഷ് പീസസ് ഉടഞ്ഞു പോവാതെ രക്ഷിക്കാം. എന്നിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പം 30 മിനിറ്റായി. അങ്ങനെ നമ്മുടെ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ഫിഷ് കറി റെഡിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ മോര് കാച്ചിയതും നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും കൂടി ആകുമ്പോൾ അടിപൊളിയായി. ഈ ഫിഷ് ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഫിഷ് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഈ കറി എനിക്ക് ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് കറി പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ റെസ്പോൺസ് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റെസിപ്പിയാണ്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.